ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന സ്റ്റോക്ക് 2000-ന് മേലെ ട്രേഡ് ചെയ്യുന്ന ഒരു മൾട്ടി ബാഗർ പിക്കാണ്. 100% മൾട്ടി ബാഗ് റിട്ടേൺ തരാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ് ഞാൻ പറയാൻ പോകുന്ന ഈ സ്റ്റോക്ക്. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ബിനോയ്സ് തോട്ടിലേക്ക് സ്വാഗതം. മൾട്ടി ബാഗർ സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാരും വിചാരം 100 രൂപയിൽ താഴെയുള്ള സ്റ്റോക്കേ മൾട്ടി ബാഗ് റിട്ടേൺ കൊടുക്കുള്ളൂ എന്നാണ്. 100 രൂപയ്ക്ക് നമ്മൾ സ്റ്റോക്ക് വാങ്ങിയാൽ അത് 1000 രൂപ ആവുന്നതും 1000 രൂപയ്ക്ക് സ്റ്റോക്ക് വാങ്ങിയത് 10,000 rupees ആവുന്നതും ഈക്വലാണ്. പെർസെൻറ്റേജ് വൈസ് ഈക്വലാണ്. സോ ബിലോ 100 rupees സ്റ്റോക്ക് നോക്കി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നല്ല റേറ്റിൽ മൾട്ടി ബാഗ് റിട്ടേൺ കിട്ടാവുന്ന സ്റ്റോക്ക് 1000-ന് മേലെ ആണെങ്കിലും 2000-ന് മേലെ ആണെങ്കിലും അതിൽ പൊസിഷൻ എടുക്കാം. ഫണ്ടമെൻറ്റ്സ് ഉള്ള സ്റ്റോക്സ് മാത്രം പൊസിഷൻ എടുക്കാനുള്ളത് ഏറ്റവും പ്രത്യേകത കാര്യം. പെന്നി സ്റ്റോക്സൊക്കെ കയറി പോണ കാണാം, പക്ഷേ അതിന് ഫണ്ടമെൻറ്റ്സ് ഇല്ലെങ്കിൽ ഭാവിയിലേക്ക് വളരാൻ സാധ്യതയുള്ള സ്റ്റോക്ക് മാത്രമാണ് കയറി പോകുന്നത്. അല്ലാത്തതൊക്കെ തിരിച്ച് താഴോട്ട് നമ്മുടെ ക്യാപിറ്റൽ കംപ്ലീറ്റ് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഫണ്ടമെൻറ്റ്സ് ഉള്ള സ്റ്റോക്ക് അത് 1000-ലാണെങ്കിലും 2000-ലാണെങ്കിലും പൊസിഷൻ എടുത്താൽ മൾട്ടി ബാഗ് റിട്ടേൺ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളാണ് ഞാൻ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന സ്റ്റോക്ക് 2000-ന് മേലെ ട്രേഡ് ചെയ്യുന്ന ഒരു മൾട്ടി ബാഗ് പിക്കാണ്. 100% മൾട്ടി ബാഗ് റിട്ടേൺ തരാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ് ഞാൻ പറയാൻ പോകുന്ന ഈ സ്റ്റോക്ക്. ഒരിക്കലും ഒരു സ്റ്റോക്കിലെ ലോ ലെവലിനും അതുപോലെ തന്നെ സ്റ്റോക്കിന് ഹൈ ലെവലിൽ നമുക്ക് എക്സിറ്റ് ചെയ്ത് പോകാനോ ലോ ലെവലിൽ വാങ്ങാനോ സാധിക്കില്ല. നമുക്കൊരു കാര്യം, ഒരു ഫാക്റ്റാണ്, അത് മനസ്സിലാക്കി വെക്കാം. എൻ്റെ ഫസ്റ്റ് വീഡിയോ, ഞാൻ ആദ്യമായി ഇട്ട വീഡിയോ ഫ്രോണ്ടിയർ സ്പ്രിങ്സ് എന്ന കമ്പനിയായിരുന്നു. 230-250 റേഞ്ചിൽ ട്രേഡ് ചെയ്യുമ്പോഴാണ് ഞാൻ ആ സ്റ്റോക്ക് ഇട്ടത്. അത് കോയിൽ സ്പ്രിങ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു മോണോപ്പൊളി കമ്പനിയാണ്. വേറൊരു കമ്പനി ഇതുണ്ടാക്കുന്നില്ല. റെയിൽവേ സെക്ടറിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഈ കോയിൽ സ്പ്രിങ്. ഇന്ന് അതിൻ്റെ റേറ്റ് 5000-ന് മേലെയാണ്. 5,000 rupees മേലെ വിത്തിൻ 4 years. 250 ഷെയർ 1000 രൂപയാകുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ബെറ്റ് ചെയ്തത്. പക്ഷേ 1000 പോയി, 2000 പോയി, 3000 പോയി, 5000 രൂപയായി. പക്ഷേ ആ സ്റ്റോക്ക് ഒരുപാട് കാലം 200 റേഞ്ചിൽ നിന്ന് 180, 200 ആ റേഞ്ചിൽ ഒരുപാട് കാലം കളിച്ചിരുന്ന സ്റ്റോക്ക് ചെയ്യുന്നത്. അത്രയും പേഷ്യൻസ് നോക്കി ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടതിന് ശേഷം മാത്രമാണ് ആ സ്റ്റോക്ക് കയറിപ്പോയത്. പക്ഷേ കിട്ടിയ റിട്ടേൺ 1 lakh ഇൻവെസ്റ്റ് ചെയ്ത് ആ സംബന്ധിച്ചോളം ഏകദേശം 40 lakhs ആ സ്റ്റോക്ക് ഇപ്പോൾ ഉണ്ടാവും. എൻ്റെ മെമ്പേഴ്സിനുള്ളിൽ ഞാൻ പറഞ്ഞത് ദീപക് ഫെർട്ടിലൈസേഴ്സ് 1030 പറഞ്ഞു. ഒരുപാട് കാലം അത് താഴോട്ട് വന്ന് 890, 900, 950 റേഞ്ചിൽ എനിക്ക് തോന്നുന്നു 1.5 മാസം നിന്ന് ശേഷമാണ് ആ സ്റ്റോക്ക് വിത്തിൻ 3 weeks 1700 പോയി. 70% റിട്ടേൺ കിട്ടി. ഞാൻ പറഞ്ഞ പേഷ്യൻസ് ആണ് ഇതിന് മെയിനായിട്ടുള്ള കാര്യം. ഞാൻ ഇന്ന് പറയുന്ന സ്റ്റോക്ക് മുന്നേ വീഡിയോ ഇട്ട സ്റ്റോക്ക് തന്നെയാണ്. കമ്പനിയുടെ പേര് വേറി എനർജീസ് ലിമിറ്റഡ്. ലാസ്റ്റ് ടൈം അത് റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വില 2676 ആയിരുന്നു. അതിന് ശേഷം 3200 വരെ സ്റ്റോക്ക് ടച്ച് ചെയ്തിട്ട് റീസെൻ്റ്ലി വീണ്ടും ട്രംപ് പറഞ്ഞല്ലോ ഈ താരിഫ് റേറ്റിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ 500% ഇമ്പോസ് ചെയ്യാൻ പോവുകയാണെന്നുള്ള പ്രശ്നം വന്ന സമയത്താണ് സ്റ്റോക്ക് അടിച്ചിട്ട് ബിലോ 3000 rupees വന്നത്. ആക്ച്വലി ഈ സ്റ്റോക്കിൽ ആകെ നെഗറ്റീവ് ന്യൂസ് എന്ന് പറയുകയാണെങ്കിൽ ഇവർക്ക് അമേരിക്കയിൽ എക്സ്പോസർ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഇന്ത്യയിലെ എക്സ്പോർട്ടിങ്ങിൻ്റെ 46%, സോളാർ മൊഡ്യൂൾ എക്സ്പോർട്ടിങ് 44% ചെയ്യുന്നത് വേറെ എനർജീസാണ്. ആ എക്സ്പോർട്ടിങ് 56% അവർ ചെയ്യുന്നത് അമേരിക്കയിലേക്കാണ്. ആക്ച്വലി ഇതൊരു ഫേവറബിൾ ന്യൂസ് ആയിരുന്നു. കഴിഞ്ഞ കൊല്ലം വരെ ട്രംപ് വരുന്നത് വരെ അമേരിക്കയിൽ ഇവർ പ്ലാന്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നതും അമേരിക്കയിലെ കൂടുതൽ എക്സ്പോസറും ഒക്കെ വളരെ പോസിറ്റീവായിട്ടാണ് ഈ നമ്മളെ ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റി കണ്ടത്. പക്ഷേ അതിന് ശേഷം ട്രംപ് വന്നതിന് ശേഷം പുള്ളിക്ക് ഈ റിന്യൂവബിൾ എനർജി സെക്ടറിനോട് താല്പര്യമില്ലാതെ പറഞ്ഞതിന് ശേഷമാണ് ഈ വേറെ എനർജി സ്റ്റോക്ക് താഴ്ത്തു വന്നത്. കാരണം വേറെ എനർജി സ്റ്റോക്ക് ഓൾറെഡി അവരുടെ ഫാക്ടറി അമേരിക്കയിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അവസ്ഥ ഇനി എന്താകും ഭാവിയിൽ എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് താഴെ വരാൻ. അതിൻ്റെ ഉപരി ഇത് എന്തൊക്കെ സംഭവിച്ചാലും ഈ സ്റ്റോക്കിന് ബേസ് ഉണ്ട്. ഇനി അമേരിക്ക പോയാലും ബിസിനസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇതൊക്കെ നമ്മൾ ഓപ്പറേറ്റേഴ്സിന് അറിയാം.
അവർ ഇത് മാക്സിമം ഇങ്ങനത്തെ ചെറിയ ചെറിയ ന്യൂസ് വരുമ്പോൾ പെട്ടെന്ന് തന്നെ അടിച്ച് താഴോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ മാക്സിമം വന്നത് 2400 2500 ലെവൽ, അതിൽ താഴോട്ട് ആ സ്റ്റോക്ക് വന്നിട്ടില്ല, വരാൻ പറ്റിയിട്ടുമില്ല. ഇനിയും അതിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഓപ്പറേറ്റേഴ്സ് മാക്സിമം അത് കളിയും. കാരണം FIOസും DIOസും ഇപ്പോഴും ഒരു വലിയ പൊസിഷൻ അതിലെടുക്കാൻ സാധിച്ചിട്ടില്ല. FIOസിന് 0.7ഉം അതുപോലെ DIOസിന് 2.46ഉം സ്റ്റേക്കേ ഉള്ളൂ. റീറ്റെയിലേഴ്സിൻ്റെ കയ്യിലാണ് കൂടുതൽ സ്റ്റേക്ക്, 25-26% റീറ്റെയിലേഴ്സിൻ്റെ കയ്യിലുണ്ട്. സോ എന്തെങ്കിലും അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിനെ മാക്സിമം അടിച്ച് താഴോട്ട് കൊണ്ടുവരാൻ ഇവർ സ്റ്റോക്ക് നോക്കും. വാരി എനർജീസ് ലിമിറ്റഡ് ഇപ്പോഴത്തെ പ്രസൻറ്റ് പ്രൈസ് 2978 ആണ്. ഞാൻ പറയുന്നത് ഈ സ്റ്റോക്ക് ഒരു 4000-5000 റേഞ്ചിലേക്ക് പോയാൽ സ്പ്ലിറ്റ് ആവും. കാരണം കൂടുതൽ ജനങ്ങൾക്ക് വാങ്ങാനുള്ള അവസരം നൽകാൻ വേണ്ടി അതിനെ 1 റുപ്പി ഫേസ് വാല്യൂലേക്ക് താഴോട്ട് കൊണ്ടുവരാൻ സാധ്യത കൂടുതലാണ്. ഒരു 4000 പോയാൽ 400 രൂപ കൊണ്ടുവരും. പിന്നെ ഒരു 1:1 ബോണസ് എങ്കിലും, അറ്റ്ലീസ്റ്റ് ബോണസ് എങ്കിലും ഈ സ്റ്റോക്ക് 2030 കൊടുക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ആളാണ് ഞാൻ. കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു 100 ഷെയർ വാങ്ങിയാൽ ഒരു 3 lakh ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ 100,000, പിന്നെ ബോണസ് 2000 ഷെയർ നിങ്ങൾക്ക് 2030 ഉണ്ടാവും. ആ സമയത്ത് ഈ സ്റ്റോക്ക് ചിലപ്പോൾ ഒരു 1000 ട്രേഡ് ചെയ്യാനും സാധ്യതയുണ്ട്. 100 ഷെയർ 2000 ഇൻറ്റു 1000 20 ലക്ഷം രൂപ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അത്രയും വലിയ കമ്പനിയാണ് വാരി എനർജീസ് ലിമിറ്റഡ്. സോ വാരി എനർജീസ് ലിമിറ്റഡ് സ്റ്റോക്കിലേക്ക് നമ്മൾ നോക്കാം. അതിന് ഇപ്പം കറൻ്റ്ലി സോളാർ മൊഡ്യൂൾ മാനുഫാക്ചറിങ് കപ്പാസിറ്റി 15 GW ഉണ്ട്. അതുപോലെ തന്നെ സെൽ മാനുഫാക്ചറിങ് കപ്പാസിറ്റി 5.4 GW ഉണ്ട്. സോ ഒരു മൊഡ്യൂൾ മാനുഫാക്ചറിങ് സംബന്ധിച്ചോളം അതിന് വേറെ റോ മെറ്റീരിയൽസാണ് സെല്ല്, അതുപോലെ തന്നെ വേഫേഴ്സ്, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. സോ ഇതൊക്കെ ഇനി വാരി എനർജീസ് ഉണ്ടാക്കാൻ പോവാണ്. കാരണം ചൈന ഒരുപാട് പാറകൾ വെച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നില്ല, എക്സ്പോർട്ട് ചെയ്യുന്നില്ല. സോ അതൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ തന്നെ ഇങ്ങനത്തെ എല്ലാ സംഗതികളും ഉണ്ടാക്കിയപ്പോൾ ഇപ്പോൾ റെയർ എർത്ത് മിനറൽസിൻ്റെ കേസിൽ തന്നെ ചൈന അവരെ എക്സ്പോർട്ട് നിർത്തിയിട്ടുണ്ട്. സോ അത് ഇന്ത്യനെ ബുദ്ധിമുട്ടിക്കാനുള്ള പരിപാടികളാണ്. അപ്പോൾ ഈ സംഗതികളൊക്കെ ഇന്ത്യ തന്നെ സ്വന്തം ഉണ്ടാക്കുമെന്നുള്ള ഇതിലാണ് വന്നത്. സോ ഈ കേസിലും ഈ വേഫേഴ്സും സെല്ലും ഒക്കെ തന്നെ ഷോർട്ടേജാണ്. സോ അതും ഉണ്ടാക്കാനുള്ള പരിപാടി വാരി എനർജീസ് ഉണ്ട്. സോ ഭാവിയിൽ ഒരു വലിയൊരു കമ്പനിയാണ്. അവർ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇൻവെസ്റ്റിംഗ് എനർജി സ്റ്റോറേജ് സിസ്റ്റം 3.5 GW ലിത്യം അയോൺ സെൽ ഫെസിലിറ്റി 2027 ആകുമ്പോഴേക്ക് കംപ്ലീറ്റ് ചെയ്ത് പോയപ്പോൾ നമ്മൾ ഈ സ്റ്റോക്ക് വാങ്ങുകയാണെങ്കിൽ 2 കൊല്ലെങ്കിലും നിങ്ങൾ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ 300 MW ഇലക്ട്രോലൈസർ പ്ലാന്റ് അവർക്ക് PLI സ്കീം അപ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരെ പവർ ഇൻഫ്രാസ്ട്രക്ചർ സെഗ്മെൻറ്റ് അവർ സ്ട്രെങ്ത് ആക്കാൻ വേണ്ടി അവർ റീസെൻ്റ്ലി ഒരു EGPI-IPL എന്ന കമ്പനി എക്വയർ ചെയ്തിട്ടുണ്ട്. 6000 കോടിൻ്റെ കാപ്പക്സ് പ്ലാൻസ് ആണ് കമ്പനി മുന്നിൽ കാണുന്നത്. ടോട്ടൽ നോക്കുകയാണെങ്കിൽ വളരെ അട്രാക്റ്റീവ് റേറ്റിലാണ് ഈ ഒരു സ്റ്റോക്ക് ഇപ്പം നിൽക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ കയ്യിൽ ഓർഡർ ബുക്ക്, റോബസ്റ്റ് ഓർഡർ ബുക്ക് 47,000 കോടിൻ്റെ ഓർഡർ ബുക്ക് അവരുടെ കയ്യിലുണ്ട്. ഇതിനെല്ലാം പുറമെ 15,550 കോടി ഫണ്ട് അവരുടെ കയ്യിലുണ്ട്. വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. സോ ഡെപ്റ്റ് ഇക്വിറ്റി 0.1 ഉള്ളൂ. സോ 15,550 കോടീൻ്റെ ഫണ്ട് കയ്യിൽ വെച്ചിരിക്കുന്ന ഒരു കമ്പനിയാണ്. അതിൽ എന്തായാലും ബെനിഫിറ്റ് ഉണ്ടാവുകയേ ചെയ്യുള്ളൂ. പിന്നീട് നമ്മളതിൻ്റെ കമ്പനീൻ്റെ കോളിലേക്കാണ് പോകേണ്ടത്. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. കമ്പനീൻ്റെ അടുത്ത് വന്ന ഒരു ഇൻ്റർവ്യൂ കണ്ടു. NDTV നടത്തിയ ഒരു ഇൻ്റർവ്യൂ, വാരി എനർജീസിൻ്റെ അവർ MD നടത്തിയൊരു ഇൻ്റർവ്യൂ ആണ്. സൂപ്പർ ഇൻ്റർവ്യൂ ആയിരുന്നു അത്. ഇപ്പോൾ ഇവർ ഓൾറെഡി US മാനുഫാക്ചറിങ് ഫെസിലിറ്റി തുടങ്ങിക്കഴിഞ്ഞു. USA പ്ലാന്റിൻ്റെ ഓപ്പറേഷൻസ് തുടങ്ങിക്കഴിഞ്ഞു. ഈ എല്ലാ സൈഡിൽ ട്രംപ് പറഞ്ഞോട്ടെ, പുള്ളി ഓരോക്കെ അവിടെ അപ്രൂവൽ കിട്ടിയാണ് അവിടെ പ്ലാന്റ് ഓപ്പൺ ചെയ്ത് അവിടെ പ്ലാന്റ് മാനുഫാക്ചറിങ് തുടങ്ങിക്കഴിഞ്ഞു. USA കഴിഞ്ഞാൽ ഇപ്പോൾ ഓസ്ട്രേലിയ മാത്രമേ ഉള്ളൂ അവർക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ. അവരവിടെ നിന്നിട്ട് അത് ഉണ്ടാക്കുന്നുമുണ്ട്, കൊടുക്കുന്നുമുണ്ട്, ഡിമാൻഡും ഉണ്ട്, എല്ലാം ഉണ്ട്. അയാളെ സൈഡിൽ നിന്ന് അത് പറയുന്നുമുണ്ട്. സോ ഈ ഇൻ്റർവ്യൂവിൽ ചോദിച്ച സമയത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളി പറയുന്നത് അമേരിക്കയിൽ ഇനി അങ്ങോട്ട് വിത്തിൻ 3-4 ഇയേഴ്സ് 25% കൂടുതൽ ഇലക്ട്രിസിറ്റിന് ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞത്. അമേരിക്കയിൽ MD പറഞ്ഞതാണ്. വളരെ ഇൻ്റർവ്യൂ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ട്രംപ് ഇത്ര അഗെയിൻസ്റ്റ് ആയിട്ടും വളരെ ഫേവറബിൾ ആണല്ലോ നിങ്ങൾ USA ബിസിനസ് പറ്റിയിട്ട്. കാരണം US ബിസിനസ് വളരുന്നത് തന്നെയാണ് പുള്ളി പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ട്രംപ് ഇത്ര അഗെയിൻസ്റ്റ് നിങ്ങൾ പറയുന്നത് പറയുമ്പോൾ പുള്ളി പറയുന്ന പോയിൻ്റാണ് ഇതെന്ത്, 25% ഇലക്ട്രിസിറ്റി ഇനി ഫർദർ കൂടുതൽ USA വേണ്ടി വരും. നമ്മൾ ഓൾറെഡി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും
പിന്നെ അതുപോലെ തന്നെ എന്താ ഡാറ്റാ സെൻറ്റേഴ്സ്, ഇതിനൊക്കെ ഹ്യൂജ് ഇലക്ട്രിസിറ്റി ആവശ്യമാണ് പറഞ്ഞത്. സോ ഹ്യൂജ് ഇലക്ട്രിസിറ്റി ആവശ്യമുള്ള സമയത്ത് അവർക്ക് സോളാറിൽ ഡിപ്പെൻഡ് ചെയ്തേ പറ്റൂ. സോളാർ വേണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്താ കാര്യം? ഒരു കാര്യമില്ല. പിന്നെ അതിന് പുറമെ ഈ നമ്മുടെ വാരി എനർജീസ് ഈ സോളാർ കൊടുക്കുന്നത് കംപ്ലീറ്റ് ജയൻസ് എന്നാണ്, വലിയൊരു ഇൻഡസ്ട്രീസിനാണ് കൊടുക്കുന്നത്. അല്ലാണ്ട് അവിടുത്തെ വീട്ടിൻ്റെ മേലെ കൊണ്ടുപോയി റൂഫൊന്നും വേറെ എനർജീസ് കൊടുക്കലില്ല എന്ന് പുള്ളി പറഞ്ഞു. സോ അവിടുത്തെ ഒരു വലിയൊരു ഇൻഡസ്ട്രിക്ക് ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യാൻ, ഇലക്ട്രിസിറ്റിനെ ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് എന്തിന് സോളാർ വേണ്ടത്. അപ്പോൾ സോളാർ വേണ്ട പറഞ്ഞാൽ കാര്യം നടക്കുമോ? അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും സോളാറിന് ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇതിലുള്ള ഒരു ഏറ്റവും അട്രാക്റ്റീവ് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, സാധാരണക്കാരെ സംബന്ധിച്ചോളം ഒരു സോളാർ പാനൽ എന്ന് പറഞ്ഞാൽ ടാറ്റ പവറാണ്. ഈ പ്രീമിയം എനർജിയും വേറെ എനർജിയും രണ്ടും കേട്ടിട്ടേയില്ല. പക്ഷേ ഇപ്പം നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ, ഈ വേറെ എനർജീസാണ് പല ആൾക്കാരും നമ്മുടെ വീട്ടിൽ മേലെ വെക്കുന്നത്. ഇവിടെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വരെ എല്ലാവരും വീട്ടിന് മുകളിൽ ടാറ്റ പവർ എന്നുള്ളൊരു കോൺസെപ്റ്റ് വിട്ടു. ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് വേറെ എനർജീസാണ് വെച്ചതാണ്. എന്തുകൊണ്ടാണ് ചോദിച്ചപ്പോൾ പറയുന്നത് വേറെ എനർജീസാണ് ക്വാളിറ്റി വൈസ് നല്ലത്. അപ്പോൾ അത് ആദ്യം അറിയില്ലായിരുന്നു. കാരണം വേറെ എനർജീസ് സാധനം ഇന്ത്യയിൽ വളരെ കുറച്ച് പ്രസൻസേ ഉള്ളൂ, ബാക്കിയൊക്കെ അവർ എക്സ്പോർട്ടാണ് ചെയ്യുന്നത്. വേറെ എനർജീസ് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ഇന്ത്യക്കാരല്ല, ചുരുക്കി പറഞ്ഞാലും 90% അമേരിക്കക്കാരും ബാക്കിയുള്ള രാജ്യക്കാരുമാണ്. സോ മനസ്സിലാക്കേണ്ട കാര്യമാണ്. 5 മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഇവർക്ക് ഇന്ത്യയിലുണ്ട്. 57% എക്സ്പോർട്ടിംഗ് ആണ്. സോ അതവർ എക്സ്പാൻഡ് ചെയ്യും. 1 എക്സ്പാൻഷൻ പ്ലാൻസാണ് മുന്നിലുള്ളത്. അത് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് സെയിൽസിന് ഡബിൾ ആവുമെന്നാണ് പറയുന്നത്. ഒറ്റ നെഗറ്റീവ് ഫാക്ടർ ഇപ്പോഴും ഉള്ളത് ഈ അമേരിക്കയിലേക്കുള്ള കൂടുതൽ എക്സ്പോസറും. അമേരിക്ക 57% എക്സ്പോസർ ഉണ്ടല്ലോ, അത് പ്രശ്നമാണല്ലോ. അപ്പോൾ ഇനി അയാൾ നിന്ന് പറയും എന്നുള്ളൊരു കൺസേൺ മാത്രമാണ്. സോ ഇനി ഭാവിയിലേക്കുള്ള നമ്മളെ ഇന്ത്യ US ബന്ധം ഒക്കെ കണക്കിലെടുക്കേണ്ടി വന്നിരിക്കും. ഇപ്പം തന്നെ ഏകദേശം പ്രോബ്ലംസൊക്കെ സോൾവ് ആയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആയിട്ടുള്ള എഗ്രിമെൻറ്റ് അങ്ങോട്ടും വെച്ചിട്ട് എങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് USA ഇന്ത്യ തമ്മിലുള്ള FTA ഓക്കെ ആയി എന്ന ന്യൂസ് കേട്ടാൽ പറക്കും ഈ സ്റ്റോക്ക് ലെവലിൽ നിന്ന്. സപ്പോസ് ഇനി ഓപ്പറേറ്റേഴ്സ് കുറച്ചും കൂടി അടിച്ച് താഴോട്ട് കൊണ്ടുവരാണെങ്കിൽ അത് വാങ്ങാനുള്ള അവസരമായി കാണാം. 2900 സംതിങ്ങുള്ള സ്റ്റോക്ക് 2700 2800 കിട്ടിക്കഴിഞ്ഞാൽ വാങ്ങിയിട്ട് വെക്കാം. അതെന്തായാലും 10,000 ലെവലിലേക്ക് സ്റ്റോക്ക് പോകും, 100% പോകും. ഇൻ ബിറ്റ്വീൻ ചിലപ്പം ഒരു ബോണസായിട്ടോ സ്പ്ലിറ്റായിട്ടോ തന്നിട്ടായിരിക്കാം പോകുന്നത്. സോ വളരെ സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റാവുന്ന വളരെ ഒരു സ്ട്രോങ് സെക്ടറാണ്. എല്ലാ ഈ സോളാർ എനർജി സംബന്ധിച്ചിട്ടുള്ള സോളാർ എക്കോസിസ്റ്റത്തിലുള്ള എല്ലാ ഒരു കൊടക്കീഴിൽ കിട്ടുന്ന ഒരു കമ്പനിയാണ്, ഒരു കൊടക്കീഴിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് വാരി എനർജീസ് ലിമിറ്റഡ്. ഇയർ ഹൈ 3743 ആണ്. 3400 ഫസ്റ്റ് റെസിസ്റ്റൻസ്, നല്ല റെസിസ്റ്റൻസ് 3400 ലെവലുണ്ട്. 3400 ലെവൽ റെസിസ്റ്റൻസ് ബേസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓൾ ടൈം ഹൈ ആയ 3743 കടന്നത്. ടെക്നിക്കലാണ് പറയുന്നത്, ലോങ് ടേം ടെക്നിക്കൽ നോക്കേണ്ട ആവശ്യമില്ല. IPO 1500 കൊണ്ടുവന്ന സ്റ്റോക്കാണ്. പി റേഷ്യോ ഇൻഡസ്ട്രി പിന്നേക്കാൾ കുറവാണ്, 43 ബുക്ക് വാല്യൂ 327 ഉണ്ട്. ഡെപ്റ്റ് ഇക്വിറ്റി 0.1 ആണ്. ഹൈ പെട്രോസ്കി സ്കോർ 7 ഉണ്ട്. 64.3% സ്റ്റേക്ക് ഇപ്പോഴും പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ക്വാർട്ടറിലൊക്കെ ഈ FISഉം DISഉം അവരുടെ സ്റ്റേക്ക് വളരെ കൂട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും FISഉം DISഉം സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്യുന്നതും, അതേസമയം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലുള്ള പെർസെൻറ്റേജ് ഓഫ് സ്റ്റോക്സ് കുറഞ്ഞു വീണ്ടും ഭാവിയിൽ കാണാൻ സാധിക്കും. 257 കോടി ഷെയർ ക്യാപിറ്റലുള്ളൂ, 9120 crores റിസർവ് ഉണ്ട്. സോ നെക്സ്റ്റ് ക്വാർട്ടർ നമുക്ക് ക്ലോസിൽ നോക്കാം FISഉം DISഉം എത്രത്തോളം സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സോ ഓക്കെ, വാരി എനർജീസ് ലിമിറ്റഡ് നല്ലൊരു മൾട്ടി ബാഗർ സ്റ്റോക്കാണ്. നമുക്ക് മറ്റേ സ്റ്റോക്കൊക്കെ തന്നമായി തന്നെയുള്ള ദീപ ഫെർട്ടിലൈസൊക്കെ തന്നമായി തന്നെയുള്ള നല്ല റിട്ടേൺ വാരി എനർജീസും പ്രീമിയം എനർജീസും നല്ല സ്റ്റോക്കാണ്. ഇതേ സെക്ടറിൽ തന്നെ നല്ല ഈക്വലായിട്ട് പോകുന്ന സ്റ്റോക്ക്. ഫസ്റ്റ് വാരി എനർജീസ്, സെക്കൻഡ് പ്രീമിയം, തേർഡ് ടാറ്റ പവർ. ഇതാണ് 3 കമ്പനി നമ്മുടെ ഇന്ത്യയിലുള്ള 1 മാനുഫാക്ചേഴ്സ്. സോ പ്രസൻറ്റ് പ്രൈസ് 2978. ഒരു ഫസ്റ്റ് ടാർഗറ്റ് 3400 റെസിസ്റ്റൻസ് ഉണ്ടായതുകൊണ്ടാണ്. അത് കഴിഞ്ഞാൽ അത് കയറിപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് ഇത് നോക്കേണ്ട ആവശ്യമില്ല, വാങ്ങിക്കൂട്ടാം. നല്ല റിട്ടേൺ നിങ്ങൾക്ക് കിട്ടാം. ഞാൻ 1 lakh ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 3 lakh ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 18 or 20 lakhs ഒക്കെ ആവാനുള്ള സാധ്യത ഉണ്ട്. സോ ആസ് യൂഷ്വൽ ഞാനൊരു CBI രജിസ്റ്റർ അനലിസ്റ്റ് അല്ല, അതുകൊണ്ട് നിങ്ങൾ സ്വന്തം പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമേ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്കാണെങ്കിൽ അഡ്വൈസസ് ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. ഈ കമ്പനി ഡീറ്റെയിൽസ് പഠിക്കുക, വെബ്സൈറ്റിലൊക്കെ പോയി ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഈ വീഡിയോസ് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.